നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായ രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന അദ്ദേഹം ബിജെപി ടിക്കറ്റിൽ ബംഗാളിലെ താംലൂക്ക് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സേവന കാലയളവിൽ ഒരു ജഡ്ജി രാജി പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലിറങ്ങുന്നത് അപൂർവമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, കൽക്കത്ത ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം എന്നിവർക്ക് രാജിക്കത്ത് നൽകിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുകയാണെന്നാണ് അഭിജിത്ത് ഗംഗോപാധ്യായയുടെ പ്രഖ്യാപനം. അതേസമയം ജഡ്ജി എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ കേന്ദ്ര ഭരണത്തിന് വിടുപണി ചെയ്യുന്ന രീതികളായിരുന്നു അഭിജിത്ത് ഗംഗോപാധ്യായ കൈക്കൊണ്ടത്. BJP അനുകൂല വിധി പുറപ്പെടുവിക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വരെ വഴിതെളിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള BJP രംഗപ്രവേശനത്തിലൂടെയും ബംഗാളിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നതിലൂടെയും BJP അനുകൂല വിധി പുറപ്പെടുവിച്ചതിനുള്ള പാരിതോഷികമാണ് ബംഗാൾ ടിക്കറ്റ് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ. എന്തായാലും വിമർശനങ്ങൾ തള്ളിക്കളയാനാവില്ല താനും. അതേസമയം ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയിലിരിക്കെ അഭിജിത്ത് ഗംഗോപാധ്യായ രാഷ്ട്രീയ പ്രേരിത തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന ആരോപണം ശരിയെന്ന് തെളിഞ്ഞതായാണ് തൃണമൂൽ നേതാവ് കുനാൽ ഘോഷ് ചൂണ്ടിക്കാട്ടുന്നത്. അഭിജിത്ത് ഗംഗോപാധ്യായയുടെ തീരുമാനത്തോടെ തൃണമൂൽ കോൺഗ്രസ് ഇത്രയും നാളായി ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ശരിയെന്ന് തെളിയിക്കുകയാണ്. ഇത്രയും കാലം പദവിയിലിരുന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രേരിത തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. താൻ BJPയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അല്ലെങ്കിൽ BJP തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും രാജിവെക്കുന്നതിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. ഒരു ജഡ്ജി പദവിയിലിരുന്ന് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് കുനാൽ ഘോഷ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ പോരാടുന്ന ദേശീയ പാർട്ടിയായതുകൊണ്ടാണ് BJPയിൽ ചേരുന്നതെന്നാണ് മുൻ ജഡ്ജി വ്യക്തമാക്കിയത്. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ തംലൂക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് BJP ടിക്കറ്റിൽ അഭിജിത്ത് ഗംഗോപാധ്യായ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിലാണ് ഇപ്പോൾ BJP അഭിജിത്ത് ഗംഗോപാധ്യായയെ സ്ഥാനാർത്ഥിയായി നിർത്താൻ പോകുന്നത്.